أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفلم يدبروا القول أم جاءهم ما لم يأت آباءهم الأولين أم لم يعرفوا رسولهم فهم له منكرون أم يقولون به جنة بل جاءهم بالحق وأكثرهم للحق كارهون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1121 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 68 മുതൽ 70 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫലം യദ്ദബ്ബറുൽ ഖൗല അം ജാഅഹും മാ ലം യഅതി ആബാഅഹുൽ അവ്വലീൻ അം ലം യഅരിഫൂ റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ أم يقولون به جنة بل جاءهم بالحق وأكثرهم للحق كارهون. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 68 മുതൽ 70 വരെയുള്ള ആയത്തുകളാണ് നമ്മളെ കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രബോധനത്തിന് ചെവിക്കൊടുത്തുകൊണ്ട് സത്യമാർഗത്തിലേക്ക് കടന്നു വന്ന വിശ്വാസികളുടെ ശ്രദ്ധേയമായ സവിശേഷതകൾ വിവരിച്ച ശേഷം അതിന് സന്നദ്ധരാവാതിരുന്ന, അതിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്ന ആളുകളുടെ കാര്യമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകളിൽ വിവരിക്കപ്പെടുന്നത്. അള്ളാഹു ആരെയും അവന്റെ കഴിവിന് അധീതമായത് ചെയ്യാൻ നിർബന്ധിക്കുകയില്ല. എല്ലാവർക്കും അവരുടെ ദൈക്ഷണികവും ശാരീരികവും മാനസികവും ഒക്കെയായ കഴിവുകളുടെ ഭാഗമായി തന്നെയുള്ള സംഗതികളാണ് അള്ളാഹു ഈ ദീനിന്റെ മാർഗത്തിൽ അവരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കൊക്കെ എന്തൊക്കെ സാധിക്കുന്നു, എന്തിനൊക്കെ അവർ കഴിയാത്തവരാണ് എന്നതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന അള്ളാഹുവാണ്. ഓരോരുത്തരുടെയും ഹൃദയതാളങ്ങളെയും മനസ്സിന്റെ തോന്നലുകളെയും വരെ രേഖപ്പെടുത്തി വെക്കുന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരാളോടും ഒരു അതിക്രമവും ഉണ്ടാവുകയില്ല, ഒരാൾക്കും ഒരു അനീതിയും ഏറ്റുവാങ്ങേണ്ടി വരില്ല. യഥാർത്ഥത്തിൽ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാതെ അതിനെതിരായി നിലകൊള്ളുന്ന ആളുകൾ വലിയ ആഴത്തിലുള്ള ആശയക്കുഴപ്പത്തിലാണ്. ആ ആശയക്കുഴപ്പമാണ് അവരുടെ സകല പ്രവർത്തനങ്ങളുടെയും അടിത്തറയായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ആ അടിത്തറയില്ലാത്ത, ദിശാബോധമില്ലാത്ത ആ ജീവിത രീതി തുടർന്നു പോവുകയും സുഖലോലുപന്മാരും ധൂർത്തന്മാരും ദുർവൃത്തന്മാരുമായിട്ട് അവര് വിഹരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് അള്ളാഹു അവരെ ശിക്ഷ നൽകിക്കൊണ്ട് പിടികൂടുന്നത്. ആ ഘട്ടത്തിൽ അവര് വിലപിച്ചുകൊണ്ട് ആർത്തു കരയുന്ന ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ വിലപിച്ചുകൊണ്ട്
ആർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളോട് അള്ളാഹു അവർക്ക് നൽകുന്ന പ്രതികരണമാണ് ഇന്നലെ നമ്മൾ വായിച്ച ആയത്തുകളിൽ കാണുകയുണ്ടായത്. ലാ തജ്അറുൽ യൗമ ഇന്നക്കും മിന്നാ ലാ തുൻസറൂൻ. ഇന്ന് നിങ്ങൾ ആർത്ത് കരഞ്ഞേണ്ടതില്ല. നിങ്ങളുടെ വിലാപവും ആർത്തനാദവും ഒക്കെ ഒന്ന് അവസാനിപ്പിച്ചേക്കും. അതുകൊണ്ടൊന്നും ഇന്നൊരു കാര്യവുമില്ല, ഒരു പ്രയോജനവുമില്ല, നിങ്ങൾക്കൊരു സഹായവും നമ്മുടെ പക്കൽ നിന്ന് ലഭിക്കുകയില്ല. ഖദ് കാനത് ആയാതി തുത്ലാ അലൈക്കും. നമ്മുടെ ആയാത്തുകൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളെ കേൾപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങൾ അതിന് ചെവിക്കൊടുക്കാതെ നിങ്ങളുടെ പുറകോട്ടായി അതിനെ നിരസിച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് പൊയ്ക്കളയുകയായിരുന്നു. നിങ്ങളുടെ നിലപാട് അഹന്തയോടുകൂടിയുള്ള മുസ്തക്ബിരീന ബിഹി സാമിറൻ തഹ്ജുറൂൻ, അഹങ്കാരവും ധിക്കാരവും ഒക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞോടുകയായിരുന്നു അതിൽ നിന്ന്. മാത്രവുമല്ല, നിങ്ങളുടെ രാക്കഥകളുടെ കൂട്ടത്തില് ഈ സത്യപ്രവാചകനെ നിന്ദിക്കുകയും വത്സിക്കുകയും ഒക്കെ ചെയ്യുന്ന സംസാരങ്ങളാണ് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് അതിലായിരുന്നു താല്പര്യം. ഈ പ്രവാചകന്റെ ദൗത്യത്തെക്കുറിച്ച് ആലോചിക്കാനോ ആ പ്രവാചകൻ മുഖേന നിങ്ങൾ കേൾപ്പിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ ആയാത്തുകളെ കുറിച്ച് ചിന്തിക്കാനോ ഒന്നും നിങ്ങൾ കൂട്ടാക്കിയിരുന്നില്ല. അള്ളാഹുവിന്റെ ആയാത്തുകളോട് തീർത്തും നിഷേധാത്മകമായ ഒരു നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയുമാണ് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ളത്. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്ന ആയത്തുകൾ നോക്കുക. അഫലം യദ്ദബ്ബറുൽ ഖൗല. ഈ നിഷേധികളോടായിട്ട് അള്ളാഹു അവരെ പിടികൂടിയ ഘട്ടത്തില്, അവരെ ഒരു ശിക്ഷ പിടികൂടിയ ഘട്ടത്തില് അവർ ആർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുമ്പോ അവരോടായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, അഫലം യദ്ദബ്ബറുൽ ഖൗല, നിങ്ങൾ ഈ വചനത്തെ കുറിച്ച് എന്തേ ആലോചിക്കാതെ പോയത്? അതിനെക്കുറിച്ച് ഒട്ടും ആലോചനയില്ലാത്തവരായി പോയോ നിങ്ങൾ? ദൈവിക വചനങ്ങളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അഫലം യദ്ദബ്ബറുൽ ഖൗല, ഈ ഖൗലിന്, ഈ ദൈവിക വെളിപ്പാട് മുഖേന നിങ്ങളെ കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഈ വചനങ്ങളെ, ഈ പ്രസ്താവനകളെ നിങ്ങളെന്തേ ബുദ്ധിപരമായി ദൈക്ഷണികമായി അവയെ സമീപിക്കാതിരുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കാൻ സന്നദ്ധരായില്ല? നിങ്ങൾ അതിനെക്കുറിച്ച് യാതൊരു നിലക്കും മനനം ചെയ്യാൻ ഒരുക്കമുള്ളവരായിരുന്നില്ലല്ലോ. അഫലം യദ്ദബ്ബറു എന്നാണ് ചോദിക്കുന്നത്. തദബ്ബുർ എന്ന് നമുക്ക് പരിചയമുള്ള ഒരു വാക്കാണ്. വിശുദ്ധ ഖുർആൻ ആഴത്തിൽ മനനം ചെയ്യുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ചാണ് തദബ്ബുർ എന്ന് നമ്മൾ പറയാറുള്ളത്. അതിന്റെ വേറൊരു രൂപമാണ് ഈ വാക്ക്. അഫലം യദ്ദബ്ബറുൽ ഖൗല, ഈ ദൈവിക വചനങ്ങളെ കുറിച്ച് നിങ്ങൾ എന്തേ ഉറ്റാലോചിക്കാതെ, മനനം ചെയ്യാതെ, അതിനെക്കുറിച്ച് ആഴത്തിലുള്ള ദൈക്ഷണികമായ വ്യാപാരങ്ങളിൽ നിങ്ങൾ ഏർപ്പെടാതിരുന്നത്? അം ജാഅഹും മാലം യഅതി ആബാഅഹും അൽ അവലി, അതല്ല നിങ്ങൾക്കിപ്പോ വന്നു കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പൂർവികരായ പ്രപിതാക്കന്മാർക്ക് ഒരാൾക്ക് പോലും കിട്ടിയിട്ടില്ലാത്ത, അവരെ ഒന്നും അറിയിക്കപ്പെട്ടിട്ടില്ലാത്ത 100% പുതുമയുള്ള, തീർത്തും അപരിചിതമായ ഒരു സംഗതിയാണോ? അതുകൊണ്ടാണോ നിങ്ങൾക്കിത് സ്വീകാര്യമല്ലാതിരുന്നത്? കേട്ടുകേൾവിയില്ലാത്ത, പരിചയമില്ലാത്ത, മുൻ സമൂഹങ്ങൾക്കൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത, പ്രപിതാക്കന്മാർക്കൊന്നും പരിചയമില്ലാത്ത, വളരെ ഔട്ട്ലാൻഡിഷ് ആയിട്ടുള്ള ഒരു സന്ദേശമാണോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ വന്നു കിട്ടിയിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അസ്വീകാര്യമായിട്ട് തോന്നാം, അതിലെന്തോ പിഴവുണ്ടെന്ന് തോന്നാം, അത് നിങ്ങൾക്ക് ആലോചനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമല്ല എന്നൊക്കെ തോന്നാം. അങ്ങനെയാണോ? നിങ്ങൾ ചരിത്രം ഒന്ന് പരിശോധിക്കൂ, അപ്പൊ മനസ്സിലാവും. ആദിമ മനുഷ്യൻ മുതൽ ഇന്ന് വരെയുള്ള മനുഷ്യ സമൂഹങ്ങളിൽ എല്ലായിടത്തും എല്ലാ ഘട്ടങ്ങളിലുമായിട്ട് പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ഏറ്റവും സരളവും ലളിതവുമായ ഒരു യാഥാർത്ഥ്യം പഠിപ്പിക്കാൻ വേണ്ടിയല്ല ഇപ്പോ
ഈ ദൈവിക വചനങ്ങളുമായിട്ട് പ്രവാചകൻ വന്നിരിക്കുന്നത്? അത് നിങ്ങൾക്ക് അസ്വീകാര്യമായിട്ട് തോന്നുകയാണോ? എന്താണ് അതിന്റെ കാര്യം? നേരത്തെ നിങ്ങളുടെ പ്രപിതാക്കന്മാർക്കൊന്നും കിട്ടിയിട്ടില്ലാത്ത, അവരെ ഒന്നും കേൾപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത തരം തീർത്തും അപരിചിതത്വമുള്ള ഒരു ആശയമാണോ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ഇതാണ് ചോദ്യം. അഫലം യദ്ദബ്ബറുൽ ഖൗല, നിങ്ങൾ ഈ ഖൗലിനെ, ഈ ദൈവിക വചനങ്ങളെ മനനം ചെയ്യാതിരിക്കുന്നതിന് എന്ത് കാരണമുണ്ടായി, എന്ത് ന്യായമുണ്ടായി? അം ജാഅഹും മാലം യഅതി ആബാഅഹും അൽ അവ്വലീൻ, നിങ്ങളുടെ പൂർവികരായ ആബാഅുകള്, നിങ്ങളുടെ പൂർവികരായ പ്രപിതാക്കന്മാര്, അവർക്കൊന്നും കിട്ടിയിട്ടില്ലാത്ത, അവരൊന്നും പരിചയിക്കാൻ അവസരം ഉണ്ടായിട്ടില്ലാത്ത വല്ലതുമാണോ ഈ പ്രവാചകൻ ഇപ്പോ നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? അതുകൊണ്ടാണോ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യാത്ത വിധത്തിലുള്ള ഒരു പെരുമാറ്റം കാഴ്ചവെക്കുന്നത്? അം ലം യഅരിഫു റസൂലഹും, ഇനി അതല്ല, ഈ സന്ദേശവുമായി നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്ന ഈ പ്രവാചകൻ നിങ്ങൾക്ക് പരിചയമില്ലാത്ത, തീർത്തും അപരിചിതനായ ഒരാളായതുകൊണ്ടാണോ? ഇയാൾ ഏത് തരക്കാരനാണ്, ഇയാളുടെ സ്വഭാവം എന്താണ്, ഇയാളുടെ ചരിത്രം എന്താണ്, ഇയാളുടെ കുടുംബപരമായ പശ്ചാത്തലം എന്താണ്, ഇയാളുടെ പിന്നിട്ട നാളുകളുടെ കാലത്തിന്റെ ഒക്കെ അവസ്ഥ എന്താണ് എന്നതൊന്നും അറിയാത്ത, നിങ്ങൾക്ക് തീർത്തും അപരിചിതനായ ഒരാളാണോ ഈ പ്രവാചകൻ? ആ പ്രവാചകനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണോ എന്നതാണ് ചോദ്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ എല്ലാ പ്രവാചകന്മാരും അതത് സമൂഹങ്ങളിലേക്ക് കടന്നു വരുന്നത് അവർക്ക് ഏറെ പരിചയമുള്ള ഒരു കാലം പിന്നിട്ടതിന് ശേഷമാണ്. അവരിൽ നിന്ന് തന്നെ ഒരു ദൂതനെ അള്ളാഹു തെരഞ്ഞെടുത്ത് നിയോഗിച്ചയക്കുന്നതിന്റെ താല്പര്യവും അതാണ്. അദ്ദേഹത്തിന്റെ ജീവിതം അവർക്ക് ഒരു തുറന്ന പുസ്തകം പോലെ, പകൽ വെളിച്ചം പോലെ പരിചയമുള്ളതായിരിക്കും. അതിൽ യാതൊരു നിഗൂഢതയും ഉണ്ടാവാൻ പാടില്ല. ഇയാൾ ഏത് തരക്കാരനാണ്, ഇയാള് ജനങ്ങളെ വഴികേടിലാക്കാൻ സാധ്യതയുള്ളവനാണോ അല്ലേ എന്നതൊക്കെ ആളുകൾക്ക് ചികഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തില് ഒരു തുറന്ന പുസ്തകമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം അവരുടെ മുന്നിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് അള്ളാഹു അവരിൽ തന്നെ പെട്ട ഒരാളെ പ്രവാചകനായിട്ട് നിയോഗിച്ചയക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തില് 40 വർഷക്കാലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ അവരിൽ ഒരുവനായി ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ അവര് വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹത്തിന് അൽ അമീൻ എന്ന വിശേഷണമൊക്കെ അവർ കൊടുക്കുകയുണ്ടായത്. ഏറ്റവും വിശ്വസ്തനായ വ്യക്തി എന്ന നിലക്ക് പരിഗണിച്ചുകൊണ്ട് പല തർക്കങ്ങളും തീർക്കുന്നതിന് അവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിഗണിച്ചിരുന്നു, നുബുവത്തിന്റെ മുമ്പ് തന്നെ. ഇതേപോലെയുള്ള സത്യസന്ധതയുടെ പേരിൽ അറിയപ്പെടുന്നവരായിരുന്നു എല്ലാ പ്രവാചകന്മാരും. അതുകൊണ്ട് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത് അഫലം യദ്ദബ്ബറുൽ ഖൗല, നിങ്ങൾ ഈ ദൈവിക വചനത്തെ ചിന്തക്ക് വിധേയമാക്കാതെ, ദൈക്ഷണികമായ ഒരു സമീപനം അതിനോട് സ്വീകരിക്കാതെ, അതിനെക്കുറിച്ച് മനനം ചെയ്യാതിരുന്നതെന്തേ? അം ജാഅഹും മാലം യഅതി ആബാഅഹുമുൽ അവ്വലീൻ, നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ പൂർവികരായ പ്രപിതാക്കന്മാർക്കൊന്നും വന്നു കിട്ടിയിട്ടില്ലാത്ത എന്തോ തീർത്തും പുതുമയുള്ള ഒരു സംഗതിയാണോ? അം ലം യഅരിഫു റസൂലഹും, ഇനി അവരുടെ റസൂലിനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഞാൻ അർത്ഥം പറഞ്ഞതിൽ ഒരു ചെറിയൊരു പെശക് പറ്റിയിട്ടുണ്ട്. അത് അഫലം യദ്ദബ്ബറുൽ ഖൗല അം ജാഅഹും മാലം യഅതി ആബാഅഹുമുൽ അവ്വലീൻ. അവിടെ നിങ്ങളുടെ എന്നല്ല, നേരിട്ട് പറയുന്ന വിധത്തിലല്ല, അവരുടെ എന്നാണ്. ഈ ആളുകളെ, ഈ നിഷേധികള് ഈ ദൈവിക വചനത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ? അവർക്ക് വന്നു കിട്ടിയിരിക്കുന്നത് അവരുടെ പൂർവികർക്കൊന്നും കിട്ടിയിട്ടില്ലാത്ത ഒരു പൂർണ്ണമായും അപരിചിതമായ ഒരു ആശയമോ ഒരു സന്ദേശമോ ഒക്കെയാണോ എന്നതാണ്.
അപ്പോ പരോക്ഷമായിട്ടാണത് ഈ ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്, നേരിട്ട് ഉന്നയിക്കുന്ന രീതിയിലല്ല. തുടർന്ന് പറയുന്നത് അംലം യഅരിഫു റസൂലഹും, ഇവരൊന്നും അവരുടെ ദൂതനെ, അവരുടെ റസൂലിനെ തിരിച്ചറിയാതെ പോയോ? ഫഹും ലഹു മുൻകിറൂൻ, ആ കാരണത്താൽ അവര് അദ്ദേഹത്തെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും ഒക്കെ ചെയ്യുന്നതിന് കാരണമാകുന്ന വിധത്തിൽ. ഇതാണ് ചോദ്യം. അപ്പോ ഈ ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ പിന്നിട്ട തലമുറകള് അവരുടെ സമൂഹങ്ങളിലേക്ക് നിയോഗിച്ചയക്കപ്പെട്ടിരുന്ന ദൂതന്മാരെയും തള്ളിക്കളയാൻ, ആ ദൂതന്മാർ അവർക്ക് തീർത്തും അപരിചിതരായ ആളുകളായിരുന്നത് കൊണ്ടാണ്. അതിന്റെ പേരിലാണോ ആ അപരിചിതത്വം പ്രകടിപ്പിച്ചുകൊണ്ട് അവര് അദ്ദേഹത്തെ നിഷേധിച്ചു കളഞ്ഞത്? നമ്മുടെ നിലപാട് തീർച്ചയായിട്ടും പരിചയമുള്ള ഒരാളോടും തീർത്തും അപരിചിതനായ ഒരാളോടും വ്യത്യസ്തമായിരിക്കും. പരിചയമുള്ള ഒരാളെ, അയാളുടെ ചരിത്രവും പശ്ചാത്തലവും കുടുംബപരമായിട്ടുള്ള വേരുകളും അയാളുടെ പിന്നിട്ട കാലത്ത് അയാള് ചെയ്തിരുന്ന പ്രവർത്തനങ്ങളും ഒക്കെ വെച്ചുകൊണ്ടുള്ള, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് നമ്മളിൽ നിന്നുണ്ടാവുകയെങ്കിൽ, 100% അപരിചിതനായ ഒരാൾ നമ്മുടെ അടുക്കലേക്ക് വല്ലതുമായിട്ട് വരികയാണെങ്കിൽ നമ്മള് അതിനെ ഒരല്പം അവിശ്വാസത്തോടു കൂടിയോ അല്ലെങ്കിൽ ആ കാര്യത്തെ ഒന്ന് പഠിക്കേണ്ടതുണ്ട് എന്ന വിധത്തിലൊക്കെയുള്ള ഒരു അകൽച്ച കാണിച്ചുകൊണ്ടായിരിക്കും പ്രതികരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, നാട്ടിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്ത് ഉണ്ടാകുമ്പോഴും അതിന് പുറത്തു നിന്ന് വല്ലവരും വന്ന് ആളുകളെ സമീപിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ഫലപ്രാപ്തി ഉണ്ടാകാൻ വേണ്ടി അത്തരം ആളുകൾ ചെയ്യാറുള്ളത് നാട്ടിലെ ചില ആളുകളെ കൂടെ കൂട്ടിയിട്ട് ആളുകളെ സമീപിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയത് നാട്ടിലെ അവരെ കൂടെ വന്നിരിക്കുന്ന ആളുകൾക്കെങ്കിലും ഈ പുറം നാട്ടുകാരായ ആളുകളെ പരിചയമുണ്ട് എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ആരെയാണോ സമീപിക്കുന്നത് അത്തരം ആളുകൾക്ക് അതിലൊരല്പം വിശ്വസിക്കാവുന്നതാണ് എന്നൊരു തോന്നല് അത് സംബന്ധമായിട്ട് ഉണ്ടാവാനിടയുണ്ട്. ഇതൊക്കെയാണ് അതിന്റെ കാരണം. ഇവിടെ പ്രവാചകൻ അവരിലേക്ക് കടന്നു വന്നപ്പോ അവർക്ക് തീരെ പരിചയമില്ലാത്ത ഒരാളായിരുന്നു ഈ പ്രവാചകൻ. അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല ഇയാൾ ഏത് തരക്കാരനായിരുന്നു എന്നത്. അതുകൊണ്ടാണോ അവര് നിഷേധിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട് കളഞ്ഞത് എന്നതാണ് ചോദ്യം. നക്കിറ എന്ന് പറഞ്ഞാല് അറിയപ്പെടാത്തത്, പരിചയമില്ലാത്തത് എന്നൊക്കെയാണ് ആ വാക്കിന്റെ റൂട്ട് മീനിങ്. അതിൽ നിന്നാണ് മുൻകിറൂൻ, നിഷേധിക്കുന്നവർ എന്ന അർത്ഥത്തിലുള്ള, എന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്തതിനെ തള്ളിക്കളയുന്ന ഒരു പ്രകൃത മനുഷ്യനുണ്ട്. നമുക്ക് പരിചയമില്ലാത്ത, നമുക്ക് ബോധ്യമില്ലാത്ത ഒരു സംഗതി അതിനെ അങ്ങ് മാറ്റി നിർത്തുക, വേണ്ടെന്ന് വെക്കുക, അകറ്റി നിർത്തുക എന്നൊരു പ്രകൃതം മനുഷ്യനുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു റൂട്ട് മീനിങ് ആയിട്ട് വരുന്ന ഒരു ആശയം. അപ്പോ ഈ പ്രവാചകന് അവർക്ക് ഒട്ടും പരിചയമില്ലാതെ പോയോ? അതുകൊണ്ടാണോ അവര് ഈ അപരിചിതത്വം കാണിച്ചുകൊണ്ട് നിഷേധിക്കാൻ വേണ്ടി മുതിർന്നു കളഞ്ഞത് എന്നതാണ് അള്ളാഹു അവരോട് ചോദിക്കുന്ന ചോദ്യം. അപ്പോ അഫലം യദ്ദബ്ബറുൽ ഖൗല അം ജാഅഹും മാ ലം യഅതി ആബാഅഹുമുൽ അവ്വലീൻ അം ലം യഅരിഫൂ റസൂലഹും, അവർക്ക് തങ്ങളുടെ റസൂലിനെ തിരിച്ചറിയാൻ പറ്റിയില്ലേ? ഫഹും ലഹു മുൻകിറൂൻ, അതിന്റെ പേരിലാണോ അവര് അദ്ദേഹത്തെ നിഷേധിക്കാൻ, അദ്ദേഹത്തോട് അപരിചിതത്വം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ അകറ്റി നിർത്താൻ അവര് മുതിർന്നത് എന്നതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഇതൊക്കെ മറിച്ചായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സുപരിചിതനായിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്താണ് എന്നത് അവർക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ കുടുംബപരമായ സ്റ്റേറ്റസ് എന്താണ് എന്നത് അവർക്കറിയാം. തലമുറകളോളം അവരുടെ ആ കുടുംബപരമായ അവരുടെ ചരിത്രം എന്താണ് എന്നതും അവർക്കറിയാം. എല്ലാ നിലക്കും പരിചയമുള്ള ഒരു വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ദൂതൻ എന്നുള്ള നിലക്ക് മക്കയിൽ
ജനങ്ങളെ സമീപിക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും നിലക്ക് അർഹത നമുക്ക് പരിഗണിക്കുകയാണെങ്കിൽ ആ നിലക്കൊക്കെ എല്ലാ ആംഗിളിൽ നിന്നും ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്ന ഒരു വ്യക്തിയെയാണ് അള്ളാഹു ദൂതനായിട്ട് തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നുള്ള നിലക്ക് ദൗത്യം നിർവഹിച്ചു തുടങ്ങുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ എല്ലാ നിലക്കും സ്വീകാര്യനായിരുന്ന അല്ലമീനായിട്ട് അറിയപ്പെട്ടിരുന്നതും അവരുടെ പല തർക്കങ്ങളിലും തീരുമാനമുണ്ടാക്കുന്നതിന് നിർണായകമായ പങ്കുവഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അള്ളാഹു ഓരോ സമൂഹത്തിലേക്കും ദൂതന്മാരെ അയക്കുന്നതിന് അവർക്ക് പരിചയമുള്ള അവരിൽ തന്നെ പെട്ട ഒരാളെ തെരഞ്ഞെടുത്ത് അയക്കുന്നതിൽ വലിയൊരു യുക്തിയുണ്ട്. അക്കാര്യമാണ് ഇവിടെ നമുക്ക് പരോക്ഷമായിട്ട് അള്ളാഹു മനസ്സിലാക്കി തരുന്നത്. ഇനി യഖൂലൂന ബിഹി ജിന്നത്തുൻ. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടു. ഈ പ്രവാചകൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ സംഗതി പൂർവികർക്കൊന്നും കേട്ടുകേൾവി ഇല്ലാത്ത ഒരു പുതിയ സംഗതി ആയതുകൊണ്ടാണോ നിങ്ങൾ നിഷേധിക്കുന്നതെന്ന് ഉന്നയിച്ചല്ലോ ഒരു ചോദ്യമായിട്ട്. അപ്പൊ അത് അങ്ങനെയല്ല. പൂർവികരായ പ്രവാചകന്മാര് ധാരാളം പല ഘട്ടങ്ങളിലും പല സമൂഹങ്ങളിലും വന്നിട്ടുണ്ട്. അവരൊക്കെയും തന്നെ പഠിപ്പിച്ച വളരെ സരളവും ലളിതവുമായ ഒരു സന്ദേശമാണ് ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്നത്. ലോകത്ത് പല ദാർശനികന്മാരും മനുഷ്യന് മാസങ്ങളോ വർഷങ്ങളോ തന്നെ ചെലവഴിച്ച് അതിൽ ചടഞ്ഞു കൂടിയാലും മനസ്സിലാക്കാൻ കഴിയാത്ത പല ഫിലോസഫിയും പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ അറിയും. നമുക്ക് പരിചയമുണ്ട്. അത്തരം പടിഞ്ഞാറൻ നാടുകളിലും ഉണ്ട്, കിഴക്കൻ പ്രദേശങ്ങളിലും പൗരസ്ത്യ ദേശങ്ങളിലും ഈ വിധത്തിലുള്ള ദർശനം പഠിപ്പിച്ച പലരുണ്ട്. തത്വചിന്ത വളരെ മനുഷ്യബുദ്ധിക്ക് സ്വീകാര്യമാവാത്ത, നിരക്കാത്ത, അതിസങ്കീർണമായ പല ആശയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള തത്വചിന്തയും ദർശനവും ഒക്കെ പഠിപ്പിച്ച പല ആചാര്യന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ളതൊന്നുമല്ല അള്ളാഹുവിന്റെ ദൂതന്മാര് പഠിപ്പിക്കുന്നത്. വളരെ ലളിതമാണ്. ഏതൊരു സാധാരണക്കാരനും എളുപ്പത്തിൽ ബോധ്യപ്പെടുന്ന ഈ പ്രപഞ്ച സംവിധാനത്തിന് ഒരു റബ്ബുണ്ട് എന്ന പരമമായ യാഥാർത്ഥ്യം. എത്ര ലളിതമാണ് ആ കാര്യം, എത്ര ലളിതമാണ് ആ ആശയം. നിങ്ങൾ ത്രിയേകത്വം ഒന്ന് ആലോചിച്ച് നോക്കൂ. നൂറ്റാണ്ടുകളായിട്ട്, സഹസ്രാബ്ദങ്ങളായിട്ട് ക്രൈസ്തവ ലോകം തലകുത്തി മറിയുകയാണ്. അതൊന്ന് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ വിശദീകരിച്ചു കൊടുക്കാൻ ഇപ്പോഴും അവര് നിന്ന് വേർക്കുകയാണ്. എങ്ങനെയാണ് ഈ ത്രിയേകത്വം എന്നത് ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നത് മനസ്സിലാക്കാൻ കഴിയാതെ. അതേപോലെ തന്നെയാണ് നമുക്ക് അദ്വൈതവാദം. അദ്വൈതവാദം നമ്മുടെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ള ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു തത്വചിന്തയാണ്. അതുപോലെയാണ് പുനർജന്മവാദം. മനുഷ്യര് വേറെ പല ജീവികളുമായിട്ടൊക്കെ പുനർജനിക്കും എന്ന് പറയുന്ന കർമ്മ സിദ്ധാന്തത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള തത്വചിന്ത. ഇതൊക്കെ തന്നെ മനുഷ്യന് യുക്തിക്കും ബുദ്ധിക്കും ഉൾക്കൊള്ളാൻ ഒരു നിലക്കും എളുപ്പമല്ലാത്തതായ ദർശനങ്ങളാണ്. എന്നാൽ പ്രവാചകന്മാരുടെ ഒരു സ്ട്രീം ഓഫ് തോട്ട് ഉണ്ട്. പല ചരിത്ര ഘട്ടങ്ങളിലും അവർ മുന്നോട്ട് വെച്ച അവരുടെ ജീവിത ദർശനം എന്ന് പറയുന്നത് ദൈവികമായി പഠിപ്പിക്കപ്പെട്ട ഏറ്റവും ലളിതവും ഏറ്റവും സരളവുമായ ജീവിത ദർശനമാണ്. അതില് ദുർഗ്രാഹ്യത ആയിട്ട് യാതൊന്നും തന്നെ ഇല്ല. അപ്പോ ഈ ഒരു കാര്യം ഇവിടെ കാണിക്കപ്പെടുകയാണ്. ഒന്ന്, പൂർവിക സമൂഹങ്ങൾക്ക് അവരുടെ പ്രപിതാക്കന്മാർക്കൊന്നും പരിചയമില്ലാത്ത ഒരു കാര്യമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ അവർക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു വ്യക്തിയല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നുള്ള നിലക്ക് അവരുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്. ഇനി മൂന്നാമത് ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യം, യഖൂലൂന ബിഹി ജിന്നത്തുൻ. ഇയാൾക്ക് ഭ്രാന്താണ് എന്നാണോ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ ദൂതനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജിന്നത്താണ്,
ഭ്രാന്താണ് എന്ന് നിരന്തരം പറയാറുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് അത് പരാമർശിക്കപ്പെടുന്നുണ്ട്. മജ്നൂനാണ്, അദ്ദേഹത്തിന് ജിന്നത്തുണ്ട് എന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്നത്. ആളുകൾ എന്ന് പറയുമ്പോൾ പ്രവാചകത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളെ സത്യമാർഗത്തിലേക്ക് പ്രബോധനം ചെയ്ത് തുടങ്ങിയതിന് ശേഷം അതിനെ അതിനെ ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതെ നിന്ന പ്രതിയോഗികളാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. 40 വയസ്സുവരെ അങ്ങനെ ഒരു ആരോപണവും ആരും അദ്ദേഹത്തെ കുറിച്ച് ഉന്നയിച്ചിട്ടില്ല. അപ്പോ യഖൂലൂന ബിഹി ജിന്നത്ത്, എന്നാൽ അവര് പറയുകയാണോ അദ്ദേഹത്തിന് ഭ്രാന്താണ് എന്ന്? ബൽ ജാഅഹും ബിൽ ഹഖ്, എന്നാൽ അദ്ദേഹം വന്നിരിക്കുന്നത് സത്യവുമായിട്ടാണ്. അദ്ദേഹം കൊണ്ടുവന്നത് ഒരു ഭ്രാന്തൻ കൊണ്ടുവരുന്ന എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ആശയമല്ല. ഏത് നിലക്ക് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാലും ഏറ്റവും യുക്തിഭദ്രമായ സത്യാധിഷ്ഠിതമായ ഒരു ആശയമാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. ചരിത്രത്തിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു ആശയം, സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആശയം കൊണ്ടുവന്ന ഏതെങ്കിലും ഭ്രാന്തനെ കണ്ടിട്ടുണ്ടോ? ഈ സത്യം കൊണ്ടുവന്ന പലരെയും ഭ്രാന്ത് ആരോപിക്കപ്പെടുന്നുണ്ട് പലരുടെയും പേരിൽ. മിക്കവാറും എല്ലാ പ്രവാചകന്മാരെ കുറിച്ചും ആളുകൾ അവരുടെ ദൗത്യ നിർവഹണം തുടങ്ങിയ ഘട്ടത്തില് ഭ്രാന്ത് ആരോപിക്കുകയും അത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഭ്രാന്തനാണ് എന്ന് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരാള് ഇതുപോലെ ഒരു ദർശനവുമായിട്ട് കടന്നു വന്നത് കാണാൻ കഴിയും? ഒരിക്കലുമില്ല. അള്ളാഹുവിന്റെ ദൂതൻ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും തന്നെ ഭ്രാന്തിന്റെ ഒരു ഫലമായിട്ട് ഒരാൾക്ക് പഠിപ്പിക്കാനോ പറയാനോ കഴിയുന്ന കാര്യമല്ല. തീർത്തും യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്ന ഏറ്റവും ശരിയായ അടിത്തറയിൽ രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ള സത്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ബൽ ജാഅഹും ബിൽ ഹഖ്, എന്നാൽ വഅക്സറുഹും ലിൽ ഹഖ് കാരിഹൂൻ. വളരെ വലിയ വിരോധാഭാസം എന്നുള്ള നിലയ്ക്ക് തന്നെ കാണാൻ കഴിയുന്ന ഒരു സംഗതി, സത്യം തന്നെയാകുന്നു അവരിൽ ഭൂരിപക്ഷത്തിനും ഏറ്റവും അരോചകമായിട്ടുള്ളത്. ഇതാണ് അതിന്റെ കാര്യം. ഈ എതിർപ്പ് കാണിക്കുന്ന, ശത്രുത കാണിക്കുന്ന, വിരോധം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അരോചകമായ, അസ്വീകാര്യമായ, അപ്രീതി ഉണ്ടാക്കുന്ന കാര്യം സത്യം ആണ്. സത്യമാണ് അവർക്ക് വേണ്ടാത്തത്. അത് ഉയർത്തിപ്പിടിക്കുന്നതിനോടാണ് അവർക്ക് എതിർപ്പ്. അല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സന്ദേശം സത്യാധിഷ്ഠിതം അല്ല എന്നതുകൊണ്ടല്ല അവരുടെ എതിർപ്പ്. അദ്ദേഹത്തിന് ഭ്രാന്താണ് എന്നതുകൊണ്ടല്ല. ഭ്രാന്തും അതുപോലെ കള്ളവാദിയും കവിയും ഒക്കെ ആയിട്ട് അദ്ദേഹത്തെ കുറിച്ച് അവർ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ കാരണം അദ്ദേഹം മുന്നോട്ട് വെച്ച ദൈവിക സന്ദേശം 100% സത്യാധിഷ്ഠിതമാണ് എന്നതാണ്. അവർക്ക് ഏറ്റവും വിരോധമുള്ളത്, അവർക്ക് ഏറ്റവും അരോചകമായിട്ട് അനുഭവപ്പെടുന്നത് സത്യമാണ് താനും. ഇതാണ് അള്ളാഹുവിടെ ഈ നിഷേധികളുടെ ആ സാന്നിധ്യത്തിൽ അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ അള്ളാഹുവിന്റെ ദൂതന്മാര് പല ഘട്ടങ്ങളിലും കടന്നു വന്നിട്ടുണ്ട് മനുഷ്യ സമൂഹത്തിലേക്ക്. ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അവരുടെ ആ ആദർശ പാതയിൽ മുന്നേറിയ ആളുകൾ, സത്യവിശ്വാസികൾ, സവിശേഷമായ ചില ഗുണങ്ങൾ ആർജിച്ച ആളുകളാണ്. ആ ഗുണങ്ങൾ ഒരിക്കലും തന്നെ മോശമായ ഗുണങ്ങളാണ് എന്നൊരാൾക്കും പറയാൻ കഴിയില്ല. സത്യസന്ധതയും നന്മയും പരോപകാര മനസ്കതയും ഹൃദയത്തിന്റെ അലിവും കാരുണ്യവും, അങ്ങനെ എന്തെന്ത് നന്മകൾ പ്രവാചകന്മാരുടെ അനുയായികൾ സ്വായത്തമാക്കിയിരുന്നോ അതൊക്കെയും തന്നെ സമൂഹത്തിന് വേണ്ടിയിരുന്ന, എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന ഗുണങ്ങളാണ്. എന്നാൽ പ്രവാചകന്മാരുടെ സന്ദേശത്തെ ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതെ അവർക്കെതിരിൽ നിലക്കൊണ്ട ആളുകൾ, അവര് സത്യത്തോടായിരുന്നു അവർക്ക് ഏറ്റവും ഏറെ എതിർപ്പും വിരോധവും അതുപോലെ തന്നെ വിപ്രതിപത്തിയും ഒക്കെ ഉണ്ടായിരുന്നത്. സത്യം അവർക്ക് വളരെ അരോചകമായിട്ടാണ് അനുഭവപ്പെട്ടത്. അതിനാലാണ് അവര് പ്രവാചകന്മാരെ കുറിച്ച് ഇയാളെ ഞങ്ങൾക്ക് അറിയില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അയാളെ തള്ളിക്കളയുന്നത്. അയാൾക്ക് ഭ്രാന്താണ്
എന്ന വിധത്തിൽ പറഞ്ഞുകൊണ്ട് അയാൾ പറയുന്നത് ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല എന്ന് അവരിൽ പലരും തീരുമാനിക്കുന്നതിന് കാരണം അതാണ്. ആ പ്രവാചകൻ പറഞ്ഞതിൽ എന്തെങ്കിലും അസാധാരണത്വം ഉണ്ട്, അത് നമ്മുടെ ബുദ്ധിക്കോ യുക്തിക്കോ നിരക്കുന്നതല്ല, പൂർവിക സമൂഹങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത, കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് എന്നൊന്നും അവർക്ക് പറയാൻ സാധിച്ചിരുന്നില്ല. അപ്പൊ യഥാർത്ഥത്തില് ഈ ഒരു കാര്യം മനുഷ്യയുക്തിക്കും മനുഷ്യന്റെ ബുദ്ധിക്കും സ്വാഭാവികമായിട്ട് സ്വീകാര്യമായ ഏറ്റവും ലളിതവും ഏറ്റവും സരളവുമായ കാര്യങ്ങളാണ് പ്രവാചകന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. നാട്ടിൽ ആർക്കും മനസ്സിലാകാൻ കഴിയാത്ത ദൈക്ഷണികമായി വെല്ലുവിളികൾ മാത്രം ഉയർത്തുന്ന ഒരു തത്വചിന്തയുമായിട്ടല്ല ഒരു പ്രവാചകനും കടന്നു വന്നിട്ടുള്ളത്. അപ്പോ നിഷേധികളുടെ നിഷേധപരമായ നിലപാടിന് ബുദ്ധിപരമായി യാതൊരു അടിത്തറയുമില്ല, അതിന് യാതൊരു ലെജിറ്റിമസിയും ലഭിക്കുന്നില്ല എന്നതാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ ഡിസ്കോഴ്സ് ഇവിടെ അവസാനിക്കുന്നില്ല, തുടർന്നുള്ള ആയത്തുകളിലും ഇതിന്റെ ബാക്കി വരുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് ആ ആയത്തുകളെ വിശദീകരിക്കുമ്പോൾ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹുദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.